أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങളും അതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയും പിൻപറ്റിക്കൊണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലും ദരിദ്രരോടുള്ള കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം തൻ്റെ പ്രവാചകത്വവാദത്തിന് ശേഷമുള്ള കാലത്ത് മാത്രമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലും യൗവനദശയിലും ഉന്നതമായ സ്വഭാവ സവിശേഷതകൾ വച്ചു പുലർത്തിയിരിക്കുന്നു എന്നു കാണാം. അത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളർത്തിയെടുത്ത മാതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ദരിദ്രരോടുള്ള കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും സംഭവങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ആ മഹാത്മാവ് അത്തരമൊരു മാതാവിൻ്റെ മടിത്തട്ടിലാണ് വളർന്നത്. അവർ അദ്ദേഹത്തിന് ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തിൽ തന്നെ നന്മ നിക്ഷേപിച്ചതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു അന്തരീക്ഷം സംജാതമാക്കി. അതിനാൽ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ഈ ഔദാര്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അത് ഷെയ്ഖ് യാക്കൂബ് അലി സാബി ഇർഫാനി ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ഹജരത് മായി ചിറാഗ് ബീബി സാഹിബ, അതായത് ഹജരത് മസീഹ് ഇസ്ലാമിൻ്റെ മാതാവ്, അവരുടെ കുടുംബം ഹോഷിയാർപൂർ ജില്ലയിലെ മൗസ ഐമ്മ എന്ന സ്ഥലത്തെ ഒരു മാന്യവും ശുദ്ധവംശീയവുമായ മുഗൾ കുടുംബമായിരുന്നു. ഔദാര്യവും അതിഥി സൽക്കാരവും അവരുടെ സ്വഭാവത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ഈ ഉത്തമ സ്ത്രീയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു. അവർ എപ്പോഴും സന്തോഷവതിയും പക്വമതിയുമായിരുന്നു. അതിഥി സൽക്കാരത്തിനായി അവരുടെ ഹൃദയത്തിൽ വലിയ ആവേശവും അതുപോലെ ഹൃദയവിശാലതയും ഉണ്ടായിരുന്നു. അവരുടെ ഔദാര്യവും അതിഥി സൽക്കാരവും കണ്ടവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് മൗലവി ഹസരത്ത് യാക്കൂബ് അലി ഇർഫാനി സാബ് രേഖപ്പെടുത്തുന്നു. ഇത് എഴുതുന്ന സമയത്തെ കാര്യമാണ്. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് 4 പേർക്ക് ഭക്ഷണം വേണമെന്ന് അറിയിച്ചാൽ, അതിഥികൾ വന്നിട്ടുണ്ട് എന്ന് അറിയിച്ചാൽ, അകത്തു നിന്നും ഭക്ഷണം വരുമ്പോൾ 8 പേർക്ക് പോലും തികയുന്നത്ര ഭക്ഷണം അയക്കുമായിരുന്നു. മറ്റാരെങ്കിലും വരാം കൂടെ, അവർക്കും കഴിക്കാമല്ലോ എന്ന് കരുതിയിരുന്നു. അതിഥികൾ വരുന്നതിൽ അവർക്ക് അങ്ങേയറ്റത്തെ സന്തോഷമായിരുന്നു. തുടർന്ന് എഴുതുന്നു, തൻ്റെ നഗരത്തിലെ ദരിദ്രരെയും അശക്തരെയും ബലഹീനരെയും അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ദരിദ്രരായ ആളുകളുടെ മരണശേഷം അവരുടെ കഫൻ പുടവ അവരുടെ വകയായി നൽകുമായിരുന്നു എന്നതാണ് അവരുടെ പ്രത്യേകതകളിലൊന്ന്. കഫനുള്ള വസ്ത്രം നൽകുമായിരുന്നു. ദരിദ്രരായ ഒരാൾ മരിച്ചാൽ അവൻ്റെ കഫൻ അടക്കമുള്ള കാര്യങ്ങൾ അവർ ക്രമീകരിച്ചിരുന്നു. ചുരുക്കത്തിൽ ദരിദ്രരോടുള്ള സഹാനുഭൂതിയും സഹായവും കാരണം അവർ എല്ലാവർക്കും ഒരു വാത്സല്യനിധിയായ മാതാവിന് സമമായിരുന്നു. ഹജരത് മസീഹ് ഇസ്ലാമിൻ്റെ പരിപാലനത്തിൽ ഹജരത് അമ്മാജാന്റെ ഈ ഗുണങ്ങളും സ്വഭാവങ്ങളും വലിയ സ്വാധീനം ചെലുത്തി. ആ മഹാത്മാവ് ഒരു വലിയ കുടുംബത്തിൻ്റെ ഉടമസ്ഥനാകാനിരുന്നത് കൊണ്ട് ദരിദ്രരോടുള്ള അനുകമ്പയിലും അതിഥി സൽക്കാരത്തിലും ഔദാര്യത്തിലും അദ്വിതീയയായ
ഒരു കരുണയുള്ള മാതാവിൻ്റെ മടിത്തട്ടിൽ അള്ളാഹു അദ്ദേഹത്തെ വളർത്തി വലുതാക്കി. അങ്ങനെ ഈ ഗുണങ്ങൾ അദ്ദേഹം മുലപ്പാലിനൊപ്പം കുടിച്ചു വളർന്നു. ആത്മസംതൃപ്തി, ധീരത, സത്യസന്ധത തുടങ്ങിയ ഗുണങ്ങൾ പിതാവിൽ നിന്ന് ലഭിച്ചപ്പോൾ അതിഥി സൽക്കാരം, ഔദാര്യം, ദീനാനുകമ്പ, സാധുജന പരിപാലനം എന്നിവ മാതാവിൽ നിന്നാണ് ലഭിച്ചത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ യൗവന കാലത്തെ ഔദാര്യവുമായി ദാനശീലവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് ഹസ്രത്ത് മിയ അല്ലാ യാർ സാഹിബിൻ്റെ വിവരണം ഇപ്രകാരമാണ്. ഹുസൂർ ഹസ്രത്ത് മസീഹ് ഇസ്ലാം സിയാൽകോട്ടിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന് വേണ്ടി മാതാവ് 2 ജോഡി വസ്ത്രങ്ങളും കുറച്ച് മധുര പലഹാരങ്ങൾ, പിന്നി എന്ന് പറയുന്ന മധുര ഉണ്ടകൾ മംഗൾ ഹജ്ജാം എന്നൊരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടു. മംഗൾ ഹജ്ജാം വഴിയിൽ ഞങ്ങളുടെ ഗ്രാമത്തിലൂടെയാണ് വന്നത്. തിരികെ വന്നപ്പോൾ മിയ അല്ലാ യാർ സാഹിബ് പറയുന്നത്, അദ്ദേഹം ഞങ്ങളുടെ ഗ്രാമത്തിലൂടെ കടന്നുപോയി. ഞാൻ ഈ സാധനങ്ങൾ സിയാൽകോട്ടിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ മുന്നിൽ വച്ചപ്പോൾ ഹുസൂർ അലൈഹി ഇസ്ലാം പറഞ്ഞു, താങ്കൾക്കുള്ളത് താങ്കൾ എടുക്കുക, എനിക്കുള്ളത് എനിക്ക് തന്നുക എന്ന് ഹുസൂർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹുസൂർ ഇതെല്ലാം അങ്ങേക്കുള്ളതാണ്, അമ്മജൻ അങ്ങേക്ക് വേണ്ടി കൊടുത്തയച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഇത്ര ദൂരം ഇതും ചുമന്ന് വന്നതല്ലേ, അതുകൊണ്ട് പകുതി ഭാഗം തീർച്ചയായും എടുക്കേണ്ടതുണ്ട്. അങ്ങനെ എനിക്ക് 1 ജോഡി വസ്ത്രവും കുറച്ച് ആ പറഞ്ഞ സ്വീറ്റ്സും പിന്നികളും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അമ്മാജാനോട് പോയി പറയുക, എന്നെ ഇവിടെ നിന്ന് വേഗം തിരികെ വിളിക്കണം, എനിക്ക് ഇവിടെ മനസ്സുറക്കുന്നില്ല. ആളുകൾ ഇവിടെ അന്യായമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് കണ്ടിട്ട് എൻ്റെ മനസ്സ് നീറുന്നു. ഹജരത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് ഹജരത്ത് സയ്യിദ് സൈനുൽ ആബ്ദീൻ വലിയുല്ല ഷാ സാബിനെ ഉദ്ധരിച്ചുകൊണ്ട് വിവരിക്കുന്നു, ഞാൻ സിയാൽകോട്ടിലായിരുന്നപ്പോൾ ഹജരത്ത് ഹാഫിസ് മുഹമ്മദ് ഷഫീ സാഹിബ് കാരിയുടെ മാതാവായ ഹയാത്ത് ബീബി സാഹിബ, ഇവർ ഫസൽ ദീൻ സാഹിബിൻ്റെ മകളാണ്, അവരെ കാണാൻ അവസരം ലഭിച്ചു. മിർസ സാഹിബ് ആദ്യം താമസിച്ചിരുന്നത് ഝണ്ടാവാല മഹലിൽ സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ ഇന്നത്തെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു എന്ന് മായി സാഹിബ പറഞ്ഞു. ആ മാതാവ് പറഞ്ഞു, ആ വീട് തകർന്നു പോയപ്പോൾ മിർസ സാഹിബ് കശ്മീരി മഹലിലെ എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റി. അവിടെ താമസം തുടങ്ങിയപ്പോൾ അദ്ദേഹം ആരോടും ഒന്നും സംസാരിക്കാറില്ലായിരുന്നു എന്നും അവർ പറയുന്നു. കൂടാതെ മിർസ സാഹിബ് ലഭിച്ചിരുന്ന ശമ്പളം അവിടെയുള്ള പരിസരത്തെ വിധവകൾക്കും ദരിദ്രർക്കും വീതിച്ചു നൽകുമായിരുന്നു. അവർക്ക് വസ്ത്രം വാങ്ങി നൽകുകയോ പണമായി നൽകുകയോ ചെയ്യുമായിരുന്നു എന്നും തനിക്ക് ആവശ്യമായ ഭക്ഷണത്തിനുള്ള പണം മാത്രം കയ്യിൽ വെക്കുകയും ചെയ്യുമായിരുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു. ഹദരത്ത് യാക്കൂബ് അലി സാബി ഇർഫാനി എഴുതുന്നു, ഔദാര്യത്തിൻ്റെയും ദാനശീലത്തിൻ്റെയും കാര്യത്തിൽ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉന്നതമായ ഈ സ്വഭാവത്തിൻ്റെ വലിയ വിഹിതം ലഭിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് ബോധമുറച്ച കാലം മുതൽ തന്നെ ഈ രീതി ജീവിതത്തിലുണ്ട്. നന്നേ ചെറുപ്പത്തിലും അതുപോലെ യൗവനത്തിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അദ്ദേഹം ദൈവനിയുക്തനായതിനു ശേഷം നിർബന്ധ സാഹചര്യത്തിൽ ഉണ്ടായതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി, പ്രകൃതത്തിലൊരു അടങ്ങിയ ഭാഗമായിരുന്നു. ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ചിലപ്പോൾ പരമരഹസ്യമായിരിക്കും, ചിലപ്പോൾ പ്രകൃതിയാ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകും വിധവും വെളിപ്പെടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പൊതുവായ പ്രവണത എപ്പോഴും എല്ലാം രഹസ്യമായി വെക്കണം എന്നതായിരുന്നു. ഏതെങ്കിലും ഒരു നന്മ ചെയ്താൽ അത് മറഞ്ഞിരിക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അതിനാൽ ജീവിതത്തിൻ്റെ പ്രാരംഭകാലത്ത് ഔദാര്യത്തിൻ്റെ സംഭവങ്ങൾ പൊതുവെ രഹസ്യമായിരുന്നു. കാരണം അദ്ദേഹം ഒരു ഒതുങ്ങിക്കൂടുന്ന പ്രകൃതവാൻ ഉള്ള ആളായിരുന്നു. ആ കാലത്ത് രഹസ്യമായി ആളുകളെ സഹായിക്കുമായിരുന്നു. എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ പരസ്യമായി നിയോഗിക്കുകയും പബ്ലിക്കിലേക്ക് കൊണ്ടുവരികയും അതുപോലെ ആളുകളുടെ വരവ് പോക്കുകൾ കൂടി വരികയും ചെയ്തതോടെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പരസ്യമായി തുടങ്ങി. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ കാണുന്നവരും വിവരിക്കുന്നവരും ഉണ്ടായി തുടങ്ങി. ഭിക്ഷാടകരെ അദ്ദേഹം ഒരിക്കലും തന്നെ മടക്കി അയക്കാറില്ലായിരുന്നു എന്ന് രേഖപ്പെട്ടിരിക്കുന്നു. അതായത് യാചിച്ച് വരുന്നവരെ വെറും കൈയോടെ അയക്കില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം അമ്മ സായിലു ഫലാത്തൻ, അതായത് യാചകനോട് ഒരിക്കലും
ദേഷ്യപ്പെടരുത്, വിരട്ടി ഓടിക്കരുത് എന്ന വചനത്തിന്റെ പ്രായോഗിക ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഹദരത്ത് മൗലാന അബ്ദുൽ കരീം സാബ് പറയുന്നു, ഒരു ദിവസം അസർ നമസ്കാരാനന്തരം പതിവ് പോലെ അദ്ദേഹം എഴുന്നേറ്റ് മസ്ജിദിന്റെ ജനാലക്കകത്തേക്ക് കടക്കാൻ കാലെടുത്ത് വെച്ചു. അപ്പോൾ ഒരു യാചകൻ പതുക്കെ പറഞ്ഞു, ഞാനൊരു യാചകനാണ്, എനിക്ക് വല്ലതും തന്നാലും. ഹുസൂറിന് ആ സമയത്ത് അത്യാവശ്യമായ ഒരു പണിയുള്ളത് കൊണ്ട്, കൂടാതെ നമസ്കാര ശേഷം എഴുന്നേറ്റ് ആളുകളുടെ ശബ്ദ ആരവത്തിൽ അയാളുടെ ശബ്ദം കേൾക്കാതെയായി, കലർന്നുപോയി. എങ്ങനെയോ ഹുസൂർ അകത്തേക്ക് കടന്നുപോയി, ശ്രദ്ധിച്ചില്ല. ശബ്ദം ചെവിയിലെത്തിയെങ്കിലും മറ്റു പണികളുടെ തിരക്ക് മനസ്സിലുണ്ടായിരുന്ന കാരണം അതങ്ങ് മനസ്സിൽ പതിഞ്ഞില്ല. എന്നാൽ താഴെ എത്തിയപ്പോൾ ചെവിയിൽ വീണ ആ താഴ്ന്ന ശബ്ദം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. അകത്തെത്തിയപ്പോൾ എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടിരുന്നു. ആരോ ഞാൻ യാചകനാണ്, യാചകൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന്റെ മനസ്സിന് വല്ലാതെ നീറലുണ്ടായി. വേഗം തിരികെ വന്ന് ഖലീഫ നൂറുദ്ദീൻ സാഹിബിനെ വിളിച്ചു പറഞ്ഞു, ഒരു യാചകൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവൻ എവിടെ പോയി എന്ന് നോക്കൂ. അപ്പോഴേക്കും ആ യാചകൻ അവിടം വിട്ടു പോയിരുന്നു. മസീമദ് അകത്ത് പോയപ്പോൾ തിരിച്ചു പോയിരുന്നു. ഖലീഫ സാഹിബ് കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും അയാളെ കണ്ടെത്താനായില്ല. ഏതായാലും വൈകുന്നേരം നമസ്കാരത്തിന് ശേഷം ഇരുന്നപ്പോൾ, അതായത് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നപ്പോൾ ആ യാചകൻ വീണ്ടും വന്ന് ചോദിച്ചു. ഹുസൂർ വളരെ വേഗത്തിൽ തന്നെ കീശയിൽ നിന്ന് എന്തോ എടുത്ത് അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അതിനുശേഷം ഹുസൂർ വളരെ സന്തോഷവാനായി കാണപ്പെട്ടു. അദ്ദേഹം തന്റെ ചുമലിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ കാണപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, മസീമദ് ഇസ്ലാം പറഞ്ഞു, അന്ന് ആ യാചകനെ കാണാത്തപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു ഭാരമുണ്ടായിരുന്നു. അത് എന്നെ വല്ലാത്ത അസ്വസ്ഥനാക്കിയിരുന്നു. ഞാൻ യാചകന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിച്ചില്ലല്ലോ, അതൊരു കുറ്റമായി പോയല്ലോ എന്ന് ഞാൻ ഭയന്നിരുന്നു. അള്ളാഹുവിന് നന്ദി, അവൻ വൈകുന്നേരം തന്നെ തിരികെ വന്നു. അല്ലെങ്കിൽ ഞാൻ എത്രമാത്രം അസ്വസ്ഥനാകുമായിരുന്നു എന്ന് അള്ളാഹുവിന് മാത്രം അറിയാം. അവനെ തിരികെ കൊണ്ടുവരണമെന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആയും ചെയ്തിരുന്നു. അതുപോലെ അത് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് ഇർഫാനി തൻ്റെ ജീവിതചരിത്രത്തിൽ ഒരിടത്ത് എഴുതുന്നു, കാദ്യാനിൽ നിന്ന് ഏകദേശം 6 മൈൽ അകലെയുള്ള സഠ്യാലി എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഒരു ജട്ട് ഫക്കീർ പതിവായി വരാറുണ്ടായിരുന്നു. അവനെ കണ്ടിട്ടുള്ള പലരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവൻ മസ്ജിദ് മുബാറക്കിന്റെ മേൽക്കൂരയ്ക്ക് താഴെ വന്ന് ബൈത്തുൽ ഫിക്കറിന്റെ പടിഞ്ഞാറൻ ഭിത്തിയുള്ള ജനലിനടുത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമായിരുന്നു, അല്ലയോ ഗുലാം അഹമ്മദ്, 1 രൂപ വേണം, 1 രൂപ എനിക്ക് താ. എന്നിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കും, ചമ്മറം പടിഞ്ഞിരിക്കും. ഹദരത്ത് സാഹിബ് ചിലപ്പോൾ എന്തെങ്കിലും ജോലിയിൽ മുഴുകിയിരിക്കും. ആ സമയത്ത് അവന്റെ വിളി കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ അവൻ കുറച്ചു കഴിഞ്ഞ് വീണ്ടും വിളിക്കും. ഹദരത്ത് മസീഹ് ഇസ്ലാമിനെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതായി കണ്ട് ഇത് ആളുകൾ ഇഷ്ടപ്പെട്ടില്ല. ആരെങ്കിലും അവനെ ശകാരിച്ചാൽ അവൻ പറയുമായിരുന്നു, ഞാൻ നിങ്ങളുടെ അടുത്തല്ലല്ലോ വന്നത്, ഞാൻ ഗുലാം മുഹമ്മദിനോടാണ് ചോദിക്കുന്നത്. ആരെങ്കിലും അവനെ എന്തെങ്കിലും പറഞ്ഞതായി ഹദരത്ത് മസീമദ് അലി ഇസ്ലാമിന് അറിയാനിടയാൽ അദ്ദേഹത്തിന് അത് തീരെ ഇഷ്ടപ്പെടുമായിരുന്നില്ല. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് അവന് 1 രൂപ നൽകുമായിരുന്നു. യാചകരെ അധിക നേരം കാത്തു വിടാതിരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു. ഹദരത്ത് ചൗധരി അബ്ദുള്ള ഖാൻ സാബ് വിവരിക്കുന്നു, ഒരിക്കൽ സവാരി ചെയ്ത് തിരിച്ചു വന്നപ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ലങ്കോട്ടി ധരിച്ച ഒരു ദർവീഷ്, ഒരു സാധു വിളിച്ചു ചോദിച്ചു. അയാൾ ഒരു ഫക്കീറായിരുന്നു, ഭിക്ഷു ആയിരുന്നു. വസ്ത്രങ്ങളില്ലാത്തത് കൊണ്ട് അതാണ് അവർക്കുള്ള മുജാഹിദ്, അതാണ് അവരുടെ ആരാധന എന്ന് കരുതി ചിലർ അത്തരം വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. അവൻ വിളിച്ചു പറഞ്ഞു, ദാത്ത ദാത്ത, എന്തെങ്കിലും തരൂ. അപ്പോൾ ഹുസൂർ പറഞ്ഞു, അള്ളാഹു ആണ് ദാദാ, അതായത് ദാതാവ് നൽകുന്നവൻ അള്ളാഹു ആണ് എന്ന് പറഞ്ഞു ഹുസൂർ അകത്തേക്ക് കയറിപ്പോയി. അവൻ ദാതാവേ എന്നല്ലേ വിളിച്ചത്, അള്ളാഹു ആണല്ലോ ദാതാവ് എന്ന് പറഞ്ഞു. അവൻ വീണ്ടും വിളിച്ചു, ദാതാവ് അള്ളാഹു തന്നെ, എന്നാൽ അവിടുന്ന് എന്തെങ്കിലും തന്നാൽ. ഹുസൂർ അവന് എന്തോ കൊടുത്തയച്ചു, കുറച്ച് പൈസ കൊടുത്തയച്ചു. അവന് പ്രത്യേകിച്ച് അതിലൂടെ തർബീത്ത് നൽകാൻ മസീഹ് ഇസ്ലാം ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ വാക്കിലൂടെ നമ്മുടെ സംസാരത്തിൽ ഷിർക്കിന്റെ ചെറിയ അംശം പോലും ഉണ്ടാകരുത് എന്ന പാഠം അദ്ദേഹം ജമാഅത്ത് അംഗങ്ങൾക്ക്, അനുയായികൾ നൽകുന്നുണ്ട്. ഹദരത്ത് യാക്കൂബ് അലി സാബ് ഇർഫാനി എഴുതുന്നു, ഒരിക്കൽ ഒരു യാചകൻ വന്നു. കാദ്യാനിലെ തെരുവുകളിൽ അവൻ ചുറ്റിക്കറങ്ങുകയായിരുന്നു. അവൻ രാവിലെ എഴുന്നേറ്റ് ഹദരത്ത് മീർ ഹാമിദ് ഷാ സാബ് മർഹൂമിന്റെ കവിത പാടും. ഗ്രാമങ്ങളിലുള്ള തെരുവോരങ്ങളിലൊക്കെ ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കും പാട്ടുപാടി. കവിതയുടെ വരികൾ ഇതായിരുന്നു: കാദ്യാൻ വാസികളെ, എൻ്റെ ദൈവമായ
സഹായി എനിക്ക് ലഭിച്ചു. ദാരുൽ അമാൻ വാസികളെ സമാധാനം നീ എനിക്ക് നൽകി. അവൻ ഇത് പാടിക്കൊണ്ടിരിക്കുമായിരുന്നു. ചിലപ്പോൾ ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ മറ്റൊരു കവിതയുമാണ്, ഹർ തരഫ് ഫിക്രക്കോ ദോടാക്കെ തക്കായ ഹംനെ, ചിന്തകളെ എല്ലാ വശങ്ങളിലേക്കും അയച്ച് ഞങ്ങൾ തളർന്നുപോയി. ഖാദിയാനിൽ മുഴുവൻ കറങ്ങി നടന്ന് അവൻ ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ കവിതാ ശകലങ്ങൾ പാടുമ്പോൾ ഹദരത്ത് മഖ്ദൂമുൽ മില്ലത്ത് മൗലാന മൗലവി അബ്ദുൽ കരീം സാഹിബ് റളിയല്ലാഹു അൻഹുവിന് വലിയ കോപം വരുമായിരുന്നു. ആ കവിതയുടെ അർത്ഥം ഗ്രഹിക്കാൻ അവന് പ്രാപ്തിയില്ലെന്നും അത് വലിയൊരു യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം പറയുമായിരുന്നു. വളരെ ഗഹനമായ വിഷയമാണ്, അത് മനസ്സിലാകാതെയാണ് പാടുന്നതെന്ന് പറയുമായിരുന്നു. ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ വ്യക്തിത്വത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമാണെന്നാണ്. അതായത് ഈ കവിതയിൽ അറിയപ്പെടുന്ന അവസ്ഥാവിശേഷം എന്ന് പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അതിൽ വിവരിക്കപ്പെട്ട വിഷയങ്ങൾ സാധാരണക്കാരുടെ മുഖത്തു നിന്നും വായിൽ നിന്ന് കേൾക്കുന്നത് എനിക്ക് സഹിക്കുകയില്ല. എന്നിട്ടല്ലേ ഇങ്ങനെയുള്ള ഒരുവൻ ഇങ്ങനെ പാടി നടക്കുന്നത് എന്ന് പറയുമായിരുന്നു. ഒരു ഭിക്ഷാടകൻ ഇങ്ങനെ പാടി നടക്കുകയോ വളരെ ദേഷ്യം പിടിക്കുമായിരുന്നു. എന്തായാലും പറയുന്നു, ഇത് മഖ്തൂമുൽ മില്ലത്ത് മൗലവി അബ്ദുൽ കരീം സാഹിബിന്റെ ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ നോടുള്ള പ്രണയവും സ്നേഹവും കൊണ്ടാണ് അങ്ങനെ ദേഷ്യം പ്രകടിപ്പിച്ചിരുന്നത്. എന്തായാലും ആ യാചകൻ ഖാദിയാൻ മുഴുവനും ഇങ്ങനെ ചുറ്റിക്കറങ്ങി. അത് റമദാൻ മാസമായിരുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ആ കാലയളവിൽ അവന് പലതവണ നൽകിയതായിരുന്നു, പലതും നൽകിയിരുന്നു. എന്നാൽ അവൻ പറയുമായിരുന്നു, എൻ്റെ പാത്രം നിറക്കുക, പാത്രം നിറക്കുന്നു. പെരുന്നാൾ ദിവസം അവൻ വലിയൊരു ഭിക്ഷപാത്രവുമായി പള്ളിയിലെ വാതിലിനടുത്ത് പുതപ്പ് വിരിച്ച് അവിടെ ഇരുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ പാത്രം നിറക്കൂ എന്ന് അവൻ ആവശ്യപ്പെട്ടു. ഹദരത്ത് അഖ്ദസ് അലൈഹി ഇസ്ലാം അതിലേക്ക് 1 രൂപ ഇട്ടു. ആ രൂപ വീണതും നാണയത്തിന്റെ പെരുമഴ തന്നെ വർഷിച്ചു. പലതരം നാണയങ്ങൾ കൊണ്ട് ആ പാത്രം നിറഞ്ഞു കവിഞ്ഞു. യാചകന്റെ ആവശ്യം കേട്ടപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് 1 രൂപ ഇട്ടു. ആ ചോദ്യം കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് നൽകി. ഹുസൂർ രൂപ ഇട്ടപ്പോൾ അവിടുത്തെ അനുയായികളും അവനെ സഹായിച്ചു. അങ്ങനെ അവന്റെ പാത്രം നിറഞ്ഞു. ഹദരത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാബി ഇർഫാനി എഴുതുന്നു, 1905 അവസാനമായി ഡൽഹിയിലേക്ക് പോയപ്പോൾ ഒരു ദിവസം ഡൽഹിയിലെ മക്ബറകൾ സന്ദർശിക്കാൻ ഹുസൂർ പുറപ്പെട്ടു. വഴികളിൽ യാചകർ ധാരാളമുണ്ടെന്നും കടന്നു പോകാൻ പ്രയാസമാണെന്നും ആരോ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് നാം പോകുകയും അവിടെ ഇരിക്കുന്ന എല്ലാ യാചകർക്കും നൽകുകയും ചെയ്യും. ഇതൊരു സാധാരണ തീരുമാനമായിരുന്നില്ല. ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. വെറുമൊരു വാക്കായിരുന്നില്ല, അത് പ്രവർത്തിക്കാൻ സന്നദ്ധനായിരുന്നു. അവിടെ യാചകർ പറഞ്ഞത്ര അധികം ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. എങ്കിലും കണ്ടവർക്കെല്ലാം അദ്ദേഹം ഒരുപാട് നൽകി, ദാനം നൽകി. ഹദരത്ത് ഹാഫിസ് അഹമ്മദ് അല്ലാ സാഹിബ് നാഗ്പുരി പറയുന്നു, ഒരു ദിവസം ഹുസൂർ ഗോൾ കമരയിൽ ഇരിക്കുകയായിരുന്നു. അവിടെ 25ഓളം ആളുകളുണ്ടായിരുന്നു. ഹുസൂർ അവിടെ പ്രഭാഷണം നടത്തുകയായിരുന്നു, സംബോധന നടത്തുകയായിരുന്നു. അപ്പോൾ ഒരു ഫക്കീർ വന്ന്, ഒരു ഭിക്ഷു വന്ന് ഉറക്കെ ചോദിച്ചു. ഹുസൂറിന്റെ പ്രസംഗത്തിന് തടസ്സമായല്ലോ എന്ന് കരുതി എനിക്ക് വലിയ നീരസം തോന്നി. ഞാൻ പോയി വാതിലടച്ചു. അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അവിടെ പ്രസംഗം നിർത്തി എന്നോട് പറഞ്ഞു, വീട്ടിലേക്ക് അകത്തേക്ക് പോയി വാതിൽ മുട്ടി ആ യാചകന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും നൽകുക. അതായത് പറഞ്ഞു, എന്തിനാണ് വാതിൽ കൊട്ടിയടച്ചത്? പോവുക, വീട്ടിനകത്ത് പോയിട്ട് ചോദിച്ചിട്ട് എന്തെങ്കിലും അവിടുന്ന് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കൊടുക്കുക. യാചകൻ ചോദിക്കുമ്പോൾ വാതിലടക്കുന്നത് നല്ലതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ മോശം കാര്യമാണത്. ഒരാൾ വന്ന് യാചിക്കുകയാണ്, നിങ്ങൾ മുഖത്ത് വാതിലടക്കുന്നു. അതായത് ബാബു ഗുലാം മുഹമ്മദ് സാഹിബ് പറയുന്നു, ഒരു സാരംഗി, ഒരു വീണ പോലുള്ള ഒരു വാദ്യമാണ്, നോർത്ത് ഇന്ത്യൻ വാദ്യമാണ്. സാരംഗി വായിക്കുന്നവൻ യാചകനായി ഹുസൂറിന്റെ വാതിൽക്കലെത്തി. ഹുസൂർ അവന് 4 അണ നൽകി. മീർ നാസിർ നവാസ് സാബ് മുകളിൽ നിന്ന് ഇറങ്ങി വന്നു. അദ്ദേഹം അപ്പോഴേക്കും അകത്തേക്ക്, മസീഹ് ഇസ്ലാം അപ്പോൾ അകത്തേക്ക് പോയിരുന്നു. മീർ സാഹിബ് അവനെ കണ്ടപ്പോൾ സാരംഗി വായിച്ചതിന് നന്നായി ശകരിക്കുകയും വഴക്ക് പറയും, ഇനി മുതൽ ഇങ്ങോട്ട് വന്നു പോകരുതെന്ന് പറയുകയും ചെയ്തു. അടുത്ത ദിവസവും അവൻ വന്നു. ഹുസൂർ അവന് നൽകാൻ വേണ്ടി പുറത്തു വന്നപ്പോൾ അവൻ അവിടെ കാണുന്നില്ല. പെട്ടെന്ന് അപ്രത്യക്ഷമായി. കാരണം മീർ സാഹിബിനെ കണ്ട ഭയത്താൽ അവൻ ഓടിപ്പോയിരുന്നു. മീർ സാഹിബ് ഇന്നലെ വഴക്ക് ഇട്ടതല്ലേ. അപ്പോൾ മീർ സാഹിബിനെ കണ്ടതും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു.
അപ്പോൾ ആ മസീഹ് ഇസ്ലാം ആരോടോ പറഞ്ഞു, പോയി ആ സാരംഗി വായിക്കുന്ന യാചകനെ അന്വേഷിക്കും, അവൻ എവിടെ പോയി എന്ന് പോയി തിരഞ്ഞു കൊണ്ടുവരിക. ആരോ പറഞ്ഞു, ഉസൂർ അദ്ദേഹം അയാൾ ഓടിപ്പോയി. അപ്പോൾ പറഞ്ഞു, എന്നാൽ താങ്കളും ഓടിപ്പോയി അയാളെ കൂട്ടിക്കൊണ്ടുവരും. അയാൾ അങ്ങനെ വന്നു. മീർ സാഹിബിനെ അവിടെ കണ്ടപ്പോൾ പേടിച്ചു പറിച്ചു. അപ്പോൾ ഹുസൂർ മീർ സാഹിബിനോട് പറഞ്ഞു, മീർ സാഹിബ്, ഇവൻ എന്ത് ചെയ്യാനാണ് പാവം, ഇവന് ഒരു ജോലിയും അറിയില്ല, അതുകൊണ്ട് സാരംഗി വായിക്കുന്നു, വാദ്യം വായിക്കുന്നു. താങ്കൾ അവന് എന്തെങ്കിലും ജോലി പഠിപ്പിച്ചു കൊടുക്കുക, അപ്പോൾ അവന് പിന്നെ ഇത് വായിക്കാൻ നിൽക്കില്ല. അങ്ങനെ എന്തെങ്കിലും അവന് ഒരു ജോലി, ഉപജീവനം കണ്ടെത്തി കൊടുക്കുക എന്ന് പറഞ്ഞു. പിന്നീട് ആ യാചകനോട് സ്വകാര്യമായി പറഞ്ഞു, ഇവിടെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ സാരംഗി വായിക്കരുത്. മീർ സാഹിബ് അത് കേട്ട് ദേഷ്യം പിടിക്കും, ചിലപ്പോൾ അടിച്ചെന്നും വരും. നിശബ്ദമായി വാതിലിലെ ചങ്ങല ഇളക്കുക, അതായത് വാതിലിൽ വന്ന് വാതിലിന്റെ കുറ്റി തുറന്നാൽ ഞാൻ വന്ന് എന്തെങ്കിലും വന്ന് തരാം. അങ്ങനെ കാദ്യാനുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അയാൾ വന്നാൽ 4 വീതം വാങ്ങിക്കൊണ്ടു പോകുമായിരുന്നു. എല്ലാ ദിവസവും 4 വാങ്ങിച്ചു പോകുമായിരുന്നു. ഹദരത്ത് സയ്യിദ് ഫസൽ ഷാ സാഹിബ് പറയുന്നു, ഒരു ഫക്കീറിന് ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ അടുത്ത് വന്ന് 1 ആണ നൽകുക, 2 ആണ നൽകുക, 8 ആണ നൽകുക എന്ന് പറഞ്ഞു ചോദിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അത് മസീഹ് ഇസ്ലാം ഏതെങ്കിലും ജോലിയിൽ മുഴുകുകയായിരുന്നുവെങ്കിൽ അവൻ വീണ്ടും വീണ്ടും ചോദിക്കും, ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കും, എന്തായാലും വാങ്ങിച്ചിട്ട് തന്നെ പോകുമായിരുന്നു. ഹുസൂറിന് അവനെ നന്നായി അറിയാമായിരുന്നു, അവൻ എത്ര ചോദിക്കുന്നു അത്രയും നൽകുമായിരുന്നു. ഒരിക്കലും ചോദിച്ചിട്ട് കിട്ടാത്തിടത്തോളം പോകുമായിരുന്നില്ല. അതുകൊണ്ട് ചോദിക്കുന്നത് അത്ര മസീഹ് ഇസ്ലാം കൊടുക്കുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, ഇത് വാങ്ങിക്കാണ്ട് ഇവൻ പോകുന്ന പരിപാടിയില്ല, അതുകൊണ്ട് ചോദിക്കുന്ന അത്രയും അവന് കൊടുത്തേക്ക് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഹദർ ഷെയ്ഖ് യാക്കൂബ് അലി സാബി ഇർഫാനി എഴുതുന്നു, ഞാൻ 1898 മുതൽ സ്ഥിരമായി മസീഹ് ഇസ്ലാമിന്റെ സമക്ഷത്തിൽ വന്നു താമസിച്ചു തുടങ്ങി. ഇവിടെ 1892 മുതൽ കാദ്യാനിൽ വരുത്തും പോക്കുമുണ്ട്. എൻ്റെ മുന്നിൽ വെച്ച് പലരും അഭ്യർത്ഥിച്ചിട്ടുണ്ട്, പലരും യാചന നടത്തിയിട്ടുണ്ട്. ഹദരത്ത് മസീഹ് ഇസ്ലാം യാചകർക്ക് ചെമ്പ് തുട്ട് നൽകുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ചെമ്പ് നാണയം നൽകുന്നത് കണ്ടിട്ടില്ല. അവിടുന്ന് എപ്പോഴും വെള്ളി നാണയമാണ് നൽകിയിരുന്നത്. അന്നത്തെ കറൻസി പ്രകാരം ചെമ്പ് നാണയം എന്നുള്ളത് 1 പൈസ 2 പൈസ വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളി നാണയങ്ങൾക്കായിരുന്നു മൂല്യം കൂടുതൽ. അക്കാലത്ത് പൈസക്ക് വില ഉണ്ടായിരുന്നെങ്കിലും അവിടുന്ന് 1 അണയോ 2 അണയോ അതിൽ കൂടുതലോ ആയിരുന്നു നൽകിയിരുന്നത്, അതിൽ താഴെ നൽകിയിട്ടുണ്ടായിരുന്നില്ല. പൈസ കൊടുക്കാറുണ്ടായിരുന്നില്ല, രൂപയായിരുന്നു കൊടുക്കാറുണ്ടായിരുന്നു. അത് മതിയായ ഒരു പര്യാപ്തമായ സംഖ്യ ആകുമായിരുന്നു. സാധാരണ ഒരു യാചകന് പോലും, വെറുതെ വന്ന് ചോദിക്കുന്ന ഒരു യാചകന് പോലും 1 രൂപ നൽകുമായിരുന്നു. ഒരു അനഹമ്മദിയായ ഫക്കീർ വന്ന് തനിക്ക് കാട്ടിൽ ഒരു കിണർ കുഴിക്കാൻ താല്പര്യമുണ്ട്, അങ്ങനെ യാത്രക്കാർക്ക് അവിടെ വന്ന് വിശ്രമിക്കാനും ദാഹം തീർക്കാൻ, ദാഹം ശമിപ്പിക്കാനും കഴിയുമെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹുസൂർ അലൈഹിസ്ലാം അവന് 200 രൂപ നൽകി. ജനങ്ങളെ സേവിക്കാൻ, സൃഷ്ടി സേവനത്തിന് വേണ്ടി അദ്ദേഹം തൻ്റെ ജമാഅത്തിന് നിർദ്ദേശം നൽകുകയും അതിൻ്റെ ഒരു പ്രായോഗിക മാതൃകയും ആണ് ഇവിടെ കാണിച്ചത്. ഹസ്രത്ത് അബ്ദുൽ സമീ സാബ് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ സഹാബിയാണ്. പറയുന്നു, ഹസ്രത്ത് മിയാ ഷെരീഫ് അഹമ്മദ് സാഹിബിൻ്റെ അക്കീക്കയായിരുന്നു, മുടികളയിലായിരുന്നു. അതിഥി മന്ദിരത്തിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഹുസൂറും അലൈഹി ഇസ്ലാം കൂടെ ഉണ്ടായിരുന്നു. ഒരു ഫക്കീർ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ കയറി വന്നു. അത് മിർസ ഷെരീഫ് അഹമ്മദ് സാഹിബിന്റെ സംഭവമാണ്. അക്കീക്കയായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. എല്ലാവരും അവിടെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഹുസൂറും ഉണ്ടായിരുന്നു, സന്നിഹിതനായിരുന്നു. ആ സമയത്താണ് ഒരു ഭിക്ഷു കയറി വരുന്നത്. ആളുകൾ അവനെ പുറത്താക്കാൻ നോക്കി. ഹുസൂർ ഫക്കീറിന് ഭക്ഷണം സ്വന്തം നൽകുകയും അങ്ങനെ ഭിക്ഷാടകരെ വിരട്ടരുത്, ശകാരിക്കരുത് എന്ന് പറഞ്ഞ് അത് വിലക്കുകയും ചെയ്തു. ഭക്ഷണം കഴിക്കാൻ വന്നവർ ശകാരിക്കരുത്, സ്വന്തം പ്ലേറ്റിൽ നിന്നാണ് അദ്ദേഹം ഭക്ഷണം നൽകിയത്. അതായത് മുൻഷി ജഫർ അഹമ്മദ് സബ് കപൂർ തലവി പറയുന്ന, ഒരിക്കൽ ഒരു മൗലവി കാദ്യാനിൽ വന്ന് ഹുസൂറിനോട് തർക്കിക്കാൻ തുടങ്ങി. ഹുസൂർ മറുപടി നൽകാൻ തുടങ്ങിയപ്പോൾ അവൻ പൂർണ്ണമായി നിശബ്ദനായി. ഈസാ അലൈഹി ഇസ്ലാമിന്റെ ജീവിത മരണങ്ങളെക്കുറിച്ചുള്ള തർക്കമായിരുന്നു അത്. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ഇത് ആദ്യ കാലഘട്ടത്തിലെ കാര്യമായിരുന്നു. പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അവൻ നിശബ്ദനായപ്പോൾ
ഞാൻ പറഞ്ഞ വാദങ്ങൾ ശരിയാണോ എന്ന് മനസ്സിലായോ, താങ്കൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലായി. എന്നിട്ട് വളരെ രൂക്ഷമായി, വളരെ പരുഷമായിട്ടുള്ള വാക്കാണ് പറഞ്ഞു, എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ താങ്കൾ ദജ്ജാലാണ്. നൗസുബില്ല, അള്ളാഹുവിൽ അഭയം. കാരണം ദജ്ജാലിന്റെ ഗുണങ്ങളിൽ ഒന്നാണ് തർക്കത്തിൽ, വാദപ്രതിവാദത്തിൽ മറ്റുള്ളവരെ വായടുപ്പിക്കും എന്നത്, നിശബ്ദരാക്കും എന്നത്. ഇത് കേട്ടിട്ടും മസീഹ് ഇസ്ലാം ഒന്നും പറഞ്ഞില്ല, തിരിച്ചു പറഞ്ഞില്ല. അങ്ങനെ അയാൾ അവിടുന്ന് പോയി. അയാൾ അവിടെ അമൃത്സറിലെത്തി ഒരു വിജ്ഞാപനം ഇറക്കി. എന്നിട്ട് ഈ സംഭവമൊക്കെ വിവരിച്ചു. അതായത് ഞാനിങ്ങനെ മോശമായി സംസാരിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ടും മസീഹ് ഇസ്ലാം അകത്തേക്ക് പോയി. അപ്പോൾ ഞാനൊരു കുറിപ്പ് എഴുതിയിട്ട് അയച്ചു. ഞാൻ ആവശ്യക്കാരനാണ്, എനിക്ക് പൈസ ഉണ്ട്. നോക്കൂ, അയാളുടെ സ്വന്തം ആത്മാഭിമാന ബോധമില്ലാത്ത അവസ്ഥ വിവരിക്കുകയാണ്. സ്വന്തം അങ്ങനെ മോശമായി അപമാനിക്കുകയും എന്നിട്ടും എനിക്ക് ആവശ്യമുണ്ട്, പണം ആവശ്യമുണ്ടെന്ന് എഴുതി എനിക്ക് ഔദാര്യം കാണിച്ചാലും എന്ന് എഴുതി അറിയിക്കുകയും ചെയ്തു. അത് ഞാനിത് പറഞ്ഞതൊക്കെ ശരി, എന്നാലും സൽപെരുമാറ്റം കാണിക്കണമെന്ന് പറഞ്ഞു. ഉസൂർ അപ്പോൾ തന്നെ 15 രൂപ അയച്ചു. ഉസൂർ വളരെ ഔദാര്യമതിയായിരുന്നു. എന്നിട്ട് അയാൾ ഈ വിജ്ഞാപനത്തിൽ എഴുതി ഉടൻ തന്നെ അദ്ദേഹം എനിക്ക് 15 രൂപ അയച്ചു കൊടുത്തു. അദ്ദേഹം വളരെ ഉദാരമതിയാണെന്നും എത്ര കടുത്ത വാക്കുകൾ, പരുഷൻ വാക്കുകൾ പറഞ്ഞാലും ദേഷ്യപ്പെടുന്നില്ലെന്നും അയാൾ എഴുതി. 15 രൂപ അയച്ചു കൊടുത്ത കാര്യം മസീഹ് ഇസ്ലാം ആരോടും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല, ആരോടും പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അയാൾ തൻ്റെ വിജ്ഞാപനത്തിലൂടെ അവന് പണം നൽകിയ കാര്യം പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ആളുകൾക്ക് അത് അറിയാനിടയായത്. അത് ഖാസി അബ്ദുൽ ഗഫൂർ സാഹിബ് പറയുന്നു, 1906 ഞാൻ എൻ്റെ മൂത്ത സഹോദരൻ ഹാഫിസ് മുറാദ് ബക്ഷ് സാഹിബിനോടൊപ്പം റാവൽപിണ്ടിയിൽ നിന്നും കാദിയാനിലേക്ക് പോയി. ഹുസൂർ അലൈഹി ഇസ്ലാം മസ്ജിദിലെ പടികൾ ഇറങ്ങി വരികയായിരുന്നു. റാവൽപിണ്ടി സ്വദേശിയായ ഹക്കീം ഷാനവാസ് സാഹിബാണെന്ന് തോന്നുന്നു. 17 പൗണ്ട് ഒരു സഞ്ചിയിലാക്കി മസീഹ് ഇസ്ലാമിന് ഉപഹാരമായി നൽകി. ഹുസൂർ ആ സഞ്ചി വാങ്ങി കീശയിൽ വെച്ചു. താഴെ ഒരു യാചകൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ എന്തോ ചോദിച്ചു. ഹുസൂർ ആ കീശയിൽ നിന്ന് ആ സഞ്ചി എടുത്ത് അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇത് കണ്ട് ഹക്കീം സാഹിബ് ആ സഞ്ചിയിൽ 17 പൗണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മസീഹ് ഇസ്ലാം പറഞ്ഞു അത് അവൻ്റെതായിരുന്നു, അവന് തന്നെ ലഭിച്ചു എന്ന്. എന്നിട്ട് ഹുസൂർ മൗനം പാലിച്ചു. ആ സമയത്തും 1 പൗണ്ടിന് വലിയ മൂല്യമുണ്ടായിരുന്നു. 15 ഇന്ത്യൻ രൂപയായിരുന്നു അപ്പോൾ ഒരു പൗണ്ട്. ആ സമയത്ത് വലിയ ഒരു മൂല്യമുള്ളതായിരുന്നു. 2 പൈസക്ക് ഭക്ഷണം ലഭിച്ചിരുന്ന ആ കാലത്ത് 255 രൂപയുടെ മൂല്യമുണ്ടായിരുന്നു ആ തുകക്ക്. അന്നത്തെ കാലത്ത് 255 രൂപ. ഹദർ ഷേഖ് യാക്കൂബ് അലി സാബ് ഇർഫാനി എഴുതുന്നു, സദക്ക അഥവാ ദാനധർമ്മങ്ങൾ അദ്ദേഹത്തിന് ശീലമായിരുന്നു. വരുമാനത്തിന്റെ 10% സദക്ക ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. ഇത് സംബന്ധിച്ച് ഹദരത്ത് ഉമ്മുൽ മോമിനി റളിയല്ലാഹു അൻഹുവിന്റെ ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ ഭാര്യയുടെ വിവരണത്തെക്കുറിച്ച് ഹദരത്ത് സാഹിബ് സാദ മിർസ ബഷീർ അഹമ്മദ് സാബ് പറയുന്നു, ഹദരത്ത് മസീഹ് ഇസ്ലാം ധാരാളം സദക്ക ചെയ്യാറുണ്ടായിരുന്നു. അത് അതീവ രഹസ്യമായിരുന്നു എന്നും എന്നോട് മാതാവ് പറഞ്ഞതായി പറയുന്നു. എത്രത്തോളം സദക്ക നൽകാറുണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവസാന കാലത്ത് തനിക്ക് ലഭിക്കുന്ന തുകയുടെ 1/10 സദക്കയായി മാറ്റി വെക്കുമായിരുന്നു എന്ന് മാതാവ് പറഞ്ഞു. ഒരുപാട് നൽകാറുണ്ടായിരുന്നു, ധാരാളം നൽകാറുണ്ടായിരുന്നു എന്ന് എന്നോട് എൻ്റെ മാതാവ് പറഞ്ഞു. മസീഹ് ഭാര്യ പറഞ്ഞു. അതിനർത്ഥം അതിൽ കൂടുതൽ നൽകാറുണ്ടായിരുന്നില്ല എന്നല്ല. അത് മസീഹ് ഭാര്യ പറഞ്ഞു, ഉമ്മുൽ മുഅ്മിനീൻ പറഞ്ഞു അതിൽ കൂടുതൽ നൽകാറുണ്ടായിരുന്നു. ചിലപ്പോൾ അതിഥികൾ വരുന്നത് കൊണ്ടും ലങ്കർ ഖാനയുടെ ചെലവുള്ളത് കൊണ്ടും ചിലപ്പോൾ മസീഹ് ഇസ്ലാമിന് ആർക്കും സദക്ക നൽകാൻ മടി വരാം. അതുകൊണ്ട് തന്നെ ലഭിച്ച പണം നേരത്തെ തന്നെ മാറ്റി വെച്ചാൽ പിന്നെ സദക്ക കൊടുക്കാൻ മടി ഉണ്ടാവില്ല, ബാക്കി ചിലവുകൾക്ക് അത് നീക്കി വെക്കില്ല എന്ന് മസീഹ് ഇസ്ലാമിന്റെ ഇതിനെക്കുറിച്ച് പറയുമായിരുന്നു. 10 ഭാഗം മാറ്റി വെച്ചാലും അതിൽ കൂടുതൽ അവിടുന്ന് സദക്ക നൽകുമായിരുന്നു. അഹമ്മദിയാണോ അല്ലയോ എന്നൊന്നും നോക്കിയായിരുന്നില്ല അദ്ദേഹം സദക്ക നൽകിയത്. അത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരിക്കൽ നോക്കാറില്ല, അത്യാവശ്യക്കാർക്ക് നൽകുക എന്നത് തന്നെ അദ്ദേഹത്തിന്റെ രീതി എന്നും മാതാവ് മറുപടി നൽകി. ഹദരത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് ഇർഫാനി എഴുതുന്നു, യാചകരെ ഒരിക്കലും തന്നെ അദ്ദേഹം വെറും കൈയോടെ തിരിച്ചയക്കാറില്ലായിരുന്നു. ആവശ്യക്കാരെ സഹായിക്കുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ആവശ്യക്കാരായ ആളുകൾ തന്നോട് ചോദിക്കാതെ തന്നെ അവരെ സഹായിച്ചിരുന്നത് പോലെ
സഹായത്തിന്, അതായത് ആ ചോദിക്കുന്നവർക്കും കൊടുക്കും, ചോദിക്കാൻ മടിയുള്ളവർക്കും അത് ചോദിക്കാതെ തന്നെ കൊടുക്കും. അതുപോലെ സഹായത്തിനായുള്ള അഭ്യർത്ഥനയിലുള്ള സൂക്ഷ്മമായ കാര്യങ്ങളും അങ്ങേയറ്റം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഉന്നതമായ സ്വഭാവ രീതികൾ ഉൾപ്പെട്ട ഒന്നായിരുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിലും അദ്ദേഹം ഔദാര്യം പ്രകടിപ്പിക്കുകയും സഹായം നൽകുകയും ചെയ്തിരുന്നു. സാഹിബ്സാദ സിറാജുൽ ഹഖ് സാഹിബ് പറയുന്നു, ഒരാൾ അദ്ദേഹത്തിന് ഒരു മനോഹരമായ തൊപ്പി അയച്ചു. ഈ പാർസൽ ഹുസൂറിന്റെ അടുത്തെത്തിയപ്പോൾ യാദൃശ്ചികമായി അവിടെ ഒരു ഹിന്ദു ഉണ്ടായിരുന്നു. ആ പാർസൽ തുറന്നപ്പോൾ അതിലൊരു തൊപ്പിയുണ്ട്. അത് കണ്ടപ്പോൾ ആ ഹിന്ദു ആ തൊപ്പിയെ വളരെ പ്രശംസിച്ചു. ആ തൊപ്പിയെ പ്രശംസിക്കുന്നത് ആ ഹിന്ദു പ്രശംസിക്കുന്നത് കണ്ടപ്പോൾ മസീഹ് ഇസ്ലാം പെട്ടെന്ന് ആ തൊപ്പി അവന് സമ്മാനിച്ചു. ഹസരത് മുൻഷി ജഫർ അഹമ്മദ് സാബ് കപൂർ തലവി പറയുന്നു, ഹാജി ഹുസൈൻ എന്ന ഒരു അഹമ്മദി ഹജ്ജ് കഴിഞ്ഞ് വന്ന് വിലപിടിപ്പുള്ള സുച്ചെ സീപ്പ് എന്ന് പറഞ്ഞ വലിയ വിലപിടിപ്പുള്ള മുത്തുകളുടെ ഒരു തസ്ബീ മാല സമ്മാനമായി നൽകി. അത് വലിയ വിലപിടിപ്പുള്ള മുത്ത് മണികളുടേതായിരുന്നു. ഞാനും സിയാൽകോട്ടിലെ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. ഹാജി സാഹിബ് പോയ ശേഷം മാല മനോഹരമാണെന്ന് സിയാൽകോട്ടുകാരൻ സുഹൃത്ത് പറഞ്ഞു. ഹുസൂർ ജസാക്കുള്ള പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി, ഇയാൾ ഇവിടുന്ന് പോയാൽ ആ തസ്ബി ചോദിച്ചു വാങ്ങിക്കാം. എന്നാൽ ആ സിയാൽകോട്ടിലെ സഹോദരനും അത് തന്നെയായിരുന്നു ഉദ്ദേശിച്ചത്. അവരുടെ നീയത്തും അദ്ദേഹത്തിന്റെ നീയത്തും അതായിരുന്നു. ഹാജി സാഹിബ് പോയപ്പോൾ സിയാൽകോട്ടുകാരനായ സുഹൃത്ത് പറഞ്ഞു, ഹുസൂർ വളരെ സുന്ദരമാണല്ലോ ഈ തസ്ബി. അപ്പോൾ മസീഹ് ഇസ്ലാം പറഞ്ഞു, താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ താങ്കൾ ഇത് എടുത്തോളൂ. അങ്ങനെ തസ്ബി മാല കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കും ഈ കാര്യം വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹുസൂർ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും പകുതി പകുതി എടുത്തോളുക, അത് രണ്ടുപേരും വീതിച്ചെടുക്കുക. പിന്നെ സിയാൽകോട്ടുകാരനെ സുഹൃത്ത് പറഞ്ഞു, തസ്ബീന് 100 മണികളാണ് ഉള്ളത്, ഇത് എൻ്റെ കയ്യിൽ തന്നെ വെച്ചോട്ടെ. അപ്പോൾ പറഞ്ഞു, ശരി താങ്കൾ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. ഹക്കീം അല്ലാദത്ത സാഹിബ് പറയുന്നു, സർഫ്രാസ് ഖാൻ എന്ന വ്യക്തി വിവരിക്കുന്നു, ഞങ്ങൾ ജൽസക്ക് സമ്മേളനത്തിന് വന്നപ്പോൾ ഒരാൾ ഹുസൂറിനൊരു ചെറിയ കുതിരയെ സമ്മാനിച്ചു. അത് എനിക്ക് ലഭിക്കണമെന്നും മസീഹിന്റെ കുതിരയെ ഞാൻ കൊണ്ടുവന്നെന്നും ആളുകളോട് പറയാമെന്നും ഞാൻ ആഗ്രഹിച്ചു. സർഫ്രാസ് പറയാണ്, ഒരു നല്ല മുന്തിയ ഇനം കുതിരയായിരുന്നു, സവാരി ചെയ്യാൻ പറ്റിയ കുതിരയായിരുന്നു. ജലസ കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹം പഠിപ്പിച്ചു. ഞാൻ തിരിച്ചു പോകട്ടെ എന്ന് അനുവാദം ചോദിച്ചു. രണ്ടാമത്തെ ദിവസവും ഞാൻ ചോദിച്ചപ്പോൾ, മൂന്നാമത്തെ ദിവസം ഹുസൂറിനോട് ചോദിച്ചപ്പോൾ, ചൗധരി സാബ് ഈ കുതിരയെ താങ്കൾ കൊണ്ടുപോവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കുതിരയുടെ വില എന്താണ്? അപ്പോൾ പറഞ്ഞു, മസീഹ് ഇസ്ലാം പറഞ്ഞു, ഇതിന് തീറ്റയും വെള്ളവും കൊടുക്കുക, അതുപോലെ ഇതിൽ കയറി യാത്ര ചെയ്യുക, അതാണ് ഇതിൻ്റെ വില, ഇതിനൊരു വിലയുമില്ല, താങ്കൾ എടുത്തോളൂ എന്ന് മസീഹ് ഇസ്ലാം പറഞ്ഞു. ഹസരത് മലിക് ഗുലാം ഹുസൈൻ സാബ് പറയുന്നു, മൗലവി അബ്ദുറഹ്മാൻ സാബ് ഷഹീദ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന് മസീഹ് ഇസ്ലാമിനെ കാണാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒരു കോട്ടും കൊണ്ടുവന്നു. ഹുസൂർ അകത്തേക്ക് വിളിക്കുന്നുണ്ട്, ഞാൻ വന്ന് പറഞ്ഞു. അദ്ദേഹം ഹുസൂറിന് ആ സാധനങ്ങളും കോട്ടുമെല്ലാം സമ്മാനിച്ചു. ഹുസൂർ മസീഹ് ഇസ്ലാം അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, വെറുതെ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടിയത്? അപ്പോൾ അദ്ദേഹം ബോധിപ്പിച്ചു, ഹുസൂർ ഈ തോൽക്കുപ്പായം ഹുസൂറിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. ഹുസൂർ എൻ്റെ മുന്നിൽ വെച്ച് അതൊന്ന് ധരിക്കണമെന്ന് എൻ്റെ അതിയായ ആഗ്രഹമുണ്ട്. ഹുസൂർ അവിടെ എഴുന്നേറ്റ് നിന്ന് അത് ധരിച്ചു. നീളമുള്ളൊരു കോട്ടായിരുന്നു, അല്ലെങ്കിൽ നീളം കുപ്പായമായിരുന്നു. പോസ്തിൻ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. കോട്ടായിരുന്നു, എന്തായാലും ചോക എന്നൊക്കെ വിളിക്കപ്പെടുന്ന നീളൻ കുപ്പായമായിരുന്നു. മുട്ടുവരെ നീളമുള്ളതായിരുന്നു, മുട്ടുകാല് വരെ നീളമുള്ളതായിരുന്നു, മുട്ടുവരെ എല്ലാ കണങ്കാല് വരെ നീളമുള്ളതായിരുന്നു. അപ്പോൾ അത് ചോക എണ്ണായിരുന്നു, മുഴുവൻ ഷേർവാണി പോലത്തതായിരുന്നു. വൈകുന്നേരം ഭക്ഷണ സമയത്ത് ഖാജ കമാലുദ്ദീൻ സാഹിബ് വന്ന് ബോധിപ്പിച്ചു, ഹുസൂർ മൗലവി അബ്ദുറഹ്മാൻ സാഹിബ് ഒരു പോസ്തീൻ കൊണ്ടുവന്നിട്ടുണ്ട്, തോൽക്കുപ്പായം കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ വിലപിടിച്ചതും അതുപോലെ വളരെ ഊഷ്മളവുമാണ്, വാമുമാണ്, വളരെ ഉന്നത നിലവാരത്തിൽ തയ്യാറാക്കിയതുമാണ്. ഖാജ സാബ് ഈ തോൽക്കുപ്പായം മുന്നേ തന്നെ കണ്ടിരുന്നു. അപ്പോൾ മസീഹ് ഇസ്ലാം പറഞ്ഞു, ഖാജ സാബ് താങ്കൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ താങ്കൾ തന്നെ എടുത്തോളാം. അദ്ദേഹം ബോധിപ്പിച്ചു. ഹുസൂർ വലിയ ഉപകാരമായി. അങ്ങനെ ഹുസൂർ അലി ഇസ്ലാം ആ തോൽക്കുപ്പായം ഖാജ സാഹിബിന് നൽകി. അത് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് ഇർഫാനി പറയുന്നു, ലുധിയാനയിലെ കമ്പിളി വസ്ത്ര വ്യാപാരിയായ ഹാഫിസ് നൂർ അഹമ്മദ് സാബ് ഹുസൂറിന്റെ പഴയ വിശ്വസ്തനായ പരിചാരകനായിരുന്നു. തൻ്റെ വ്യാപാരം തകർന്നപ്പോൾ അദ്ദേഹം മറ്റൊരു ജോലി തേടി പോകാൻ ആഗ്രഹിച്ചു.
മസീഹ് ഇസ്ലാമിൻ്റെ ആത്മാർത്ഥ ഭൃത്യരിൽ ഒരാളായിരുന്നു. അങ്ങനെ ഈ കച്ചവടത്തിൽ വലിയ നഷ്ടമുണ്ടായപ്പോഴാണ്, കച്ചവടം ഏകദേശം ഇല്ലാണ്ടായി നിലച്ചു പോയപ്പോഴാണ് പുതിയൊരു ജോലി, പുതിയൊരു ബിസിനസ് തുടങ്ങാം എന്ന് ആഗ്രഹിച്ചത്. എവിടെയെങ്കിലും പോയി അങ്ങനെ തൻ്റെ ബിസിനസ് തുടങ്ങി സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്താമെന്ന് അദ്ദേഹം കരുതി. ഹജരത് മസീഹ് മുഹമ്മദ് അലി ഇസ്ലാമിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം നിരന്തരമായി കത്തിടപാടുകൾ നടത്തുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ ശക്തിയും കഴിവും അതീതമായി ജമാത്തിന് സാമ്പത്തിക സേവനങ്ങൾ നിർവഹിച്ച വ്യക്തിയായിരുന്നു. ഹജരത് മസീഹ് ഇസ്ലാമിൻ്റെ ദാനധർമ്മങ്ങൾ അഥവാ ഔദാര്യം, ദാനധർമ്മം, സമ്മാനം, ഉദാരമനസ്കത എന്നിവയെക്കുറിച്ച് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അദ്ദേഹം പറയുന്നു, അല്പം മാത്രം നൽകാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നില്ല. അദ്ദേഹം തൻ്റെ വ്യക്തിപരമായ ഒരു സംഭവം വിവരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബിസിനസ് തകർന്നപ്പോൾ മറ്റൊരു സ്ഥലത്ത് പോയി ബിസിനസ് തുടങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ഹജരത് മസീഹ് ഇസ്ലാമിനോട് ഞാൻ കുറച്ച് പണം ചോദിച്ചു. എനിക്ക് കുറച്ച് ബിസിനസ് തുടങ്ങാൻ കടം നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. ഹുസൂർ പണം സൂക്ഷിക്കാറുണ്ടായിരുന്ന ഒരു പെട്ടി കൊണ്ടുവന്നു എൻ്റെ മുന്നിൽ വെച്ചു. ഇതിൽ നിന്ന് എത്ര വേണമെങ്കിലും എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അത് ചെയ്യുമ്പോൾ ഹുസൂർ വളരെയധികം സന്തോഷവാനായിരുന്നു. എൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ പണം എടുത്തപ്പോൾ ഹുസൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആവശ്യമുള്ളതല്ല, എല്ലാം എടുത്തോളൂ. വാസ്തവത്തിൽ സുഹൃത്തുക്കളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം തികച്ചും വ്യത്യസ്തമായിരുന്നു. തൻ്റെ സമ്പത്ത് സുഹൃത്തുക്കളുടെ സമ്പത്തായി അദ്ദേഹം പ്രായോഗികമായി കരുതിയിരുന്നു. ഈ കാര്യത്തിൽ ഏതെങ്കിലും സേവകൻ, അതായത് അന്യനെ പോലെ പെരുമാറിയാൽ, സ്വന്തക്കാരനെ പോലെയല്ല അന്യനെ പോലെ പെരുമാറി അല്ലെങ്കിൽ എന്തെങ്കിലും ഔപചാരികത കാണിച്ചാൽ അദ്ദേഹത്തിന് അത് വളരെ വിഷമമുണ്ടാക്കുമായിരുന്നു. അതായത് ലജ്ജയോ അന്യഭാവമോ കാണിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. അത് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് പറയുന്നു, ഷെയ്ഖ് മുഹമ്മദ് ഇസ്മായിൽ സാബ് സർസാവി എൻ്റെ 32 വർഷത്തെ ആത്മാർത്ഥ സുഹൃത്തും സഹോദരനുമാണ്. അതുപോലെ ഹജരത് മസീഹ് ഇസ്ലാമിൻ്റെ പഴയ ദീർഘകാല സേവകനുമാണ്. തുടക്കം മുതലേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം സൂഫിസവുമായി ചേർന്ന് നിൽക്കുന്നതായിരുന്നു. സജ്ജനങ്ങളുടെ രീതികളോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. മദ്രസ താലിമുൽ ഇസ്ലാമിൽ തുടക്കം മുതൽ ഇന്നുവരെ അദ്ദേഹം അധ്യാപകനാണ്. തുടക്കത്തിൽ അതിഥികൾക്ക് ഭക്ഷണം മറ്റും നൽകിയിരുന്ന അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ വേണമെങ്കിൽ നാസിർ സിയാഫത്ത്, അതിഥി സൽക്കാര മേൽനോട്ടക്കാരൻ എന്ന് വിളിക്കേണ്ടതാണ്. അദ്ദേഹം ഇവിടെ വന്നത് മുതൽ ഹജരത് മസീഹ് ഇസ്ലാം പ്രത്യേകം അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുക്കുകയും സ്വയം തന്നെ ഉത്തരവാദിത്വം വഹിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ ഹുസൂർ ഗ്യാരണ്ടി നൽകിയിരുന്നു, ഉറപ്പ് നൽകിയിരുന്നു. സ്വയം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. ഒരിക്കൽ ഹജരത്ത് നാനാജാം മർഹൂം മാതാമഹൻ മർഹൂം ഹജരത്ത് മീർ നാസിർ നവാബ് സാബ് ഷെയ്ഖ് സാബിനോട് വളരെ ദേഷ്യപ്പെട്ടു. വളരെയധികം കുപിതനായി അദ്ദേഹത്തിൻ്റെ കടങ്ങളുടെ പട്ടിക തന്നെ തയ്യാറാക്കി. അതിൽ ഹൽവായികൾ, അതായത് സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന പലഹാരക്കാരോടുള്ള കടവുമുണ്ടായിരുന്നു. എന്നാൽ ആ കടം തീർന്നു പോയിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. അതായത് ഇത്രമാത്രം ബേക്കറിക്കാരോട് കടം വാങ്ങിച്ചിട്ടുണ്ട് എന്ന കണക്ക് ഉണ്ടാക്കി. ലങ്കർ ഖാനയുടെ നടത്തിപ്പിന് വേണ്ടിയായിരുന്നു അത് കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യം ഹുസൂറിന് അലൈഹി ഇസ്ലാമിന് അറിയാനിടയിൽ ഹജരത് മസീഹ് ഇസ്ലാം ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം എനിക്കറിയാം, ആ കടമൊക്കെ കൊടുത്തു തീർത്തതാണ്. മീർ സാഹിബ്, താങ്കൾ പരിഭ്രമിക്കേണ്ട, മറിച്ച് ഓരോ ആഴ്ചയും അത് തീർന്നു പോകുന്നുണ്ട്. ഏത് കടമാണെങ്കിലും അത് ഓരോ ആഴ്ചയും തീർന്നു പോകുന്നുണ്ട്. ഹജരത് മസീഹ് ഇസ്ലാം ഷെയ്ഖ് സാഹിബിൻ്റെ ആഴ്ച തോറുമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോഴൊക്കെ ചെലവ് നൽകിയിരുന്നു. ഷെയ്ഖ് സാഹിബ് വളരെ നിസ്സങ്കോചം, മകൻ പിതാവിനോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിലും വലിയ നിസ്സങ്കോചത്തോടെ ഇത്ര ചെലവായി എന്ന് പറഞ്ഞു വാങ്ങിക്കുമായിരുന്നു. ഹുസൂർ ഉടൻ തന്നെ സ്വയം അത് നൽകുകയും ചെയ്യുമായിരുന്നു. ഇത്തരത്തിലുള്ള രാജകീയവും പിതാവിന് തുല്യമായുള്ള ഉദാരതകളായിരുന്നു ഹുസൂർ കാഴ്ചവെച്ചിരുന്നത് അലൈഹി ഇസ്ലാം. ഇതിൽ വ്യക്തിപരമായ ചെലവുകളും ലങ്കറിന്റെ ചെലവുകളും തീർച്ചയായും ഉൾപ്പെട്ടിട്ടുണ്ടാകും. ഹജരത് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് ഇർഫാനി എഴുതുന്നു, ഹജരത് സയ്യിദ് ഫസൽ ഷാ സാഹിബ് ഹജരത് മസീഹ് ഇസ്ലാമിൻ്റെ ഏറ്റവും അധികം ആത്മാർത്ഥരായ സേവകരിൽ ഒരാളായിരുന്നു. ഷാ സാഹിബ് സയ്യിദ് നാസിർ ഷാ സാഹിബിൻ്റെ ബഹുമാന്യനായ സഹോദരനായിരുന്നു. ഹജരത് മസീഹ് ഇസ്ലാമിനോട് അദ്ദേഹത്തിന് വലിയ അനുരാഗമായിരുന്നു. ഒടുവിൽ അദ്ദേഹം ഹിജ്റ ചെയ്ത് ഖാദിയാനിലെത്തി. ദാറു സിയാഫത്തിലായിരുന്നു താമസിച്ചിരുന്നത്. 1900 ജൂലൈ മാസത്തിലെ സംഭവമാണ്. അദ്ദേഹം ഖാദിയാനിൽ വന്നിരുന്നു. 1900 ജൂലൈ 6 അദ്ദേഹം ഹജരത് മസീഹ് ഇസ്ലാമിനോട് തിരിച്ചു പോകാൻ അനുവാദം നൽകി. അതുപോലെ ഹുസൂർ ഉപദേശത്തിന് ചില വാക്കുകൾ എഴുതി തരണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അതുപോലെ ഒരു മരുന്നും ഒരു കുർത്തയും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹജരത് മസീഹ് ഇസ്ലാമിന് കടുത്ത തലവേദനയുള്ള സമയമായിരുന്നു.
നമസ്കാരത്തിന് പോലും അദ്ദേഹത്തിന് വരാൻ പറ്റിയിരുന്നില്ല. എങ്കിലും തലയിൽ തീക്ഷ്ണമായ വേദന ഉണ്ടായിരുന്നിട്ടും ഷാ സാഹിബിന് ഈ കത്തിന് മറുപടി അദ്ദേഹം ഒരു ഉപദേശ രേഖ എഴുതുകയും മരുന്നും കുർത്തയും നൽകുകയും ചെയ്തു. തൻ്റെ രോഗത്തിൻ്റെ ഏറ്റവും കഠിനമായ അവസ്ഥയിൽ പോലും തൻ്റെ സേവകരുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ അദ്ദേഹം തയ്യാറായിരുന്നുവെന്നും ജനങ്ങളുടെ നന്മയ്ക്കും പൊതുജന നന്മകൾക്കും ഉപകാരത്തിനും വേണ്ടി ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അദ്ദേഹം ലവലേശം ചിന്തിച്ചിരുന്നില്ലെന്നും ഈ സംഭവം സാക്ഷ്യപ്പെടുത്തുന്നു. ഹദത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് ഇർഫാൻ എഴുതുന്ന ചില സമയങ്ങളിൽ അദ്ദേഹം സുഹൃത്തുക്കളുടെ സന്തോഷത്തിൽ ഉദാരമായി പങ്കുചേരുമായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ രീതി അദ്ദേഹത്തിന്റെ സ്നേഹപ്രകടനത്തിന്റെയും ഔദാര്യത്തിന്റെയും അടയാളമാണ്. തദനുസരണം ഹദത്ത് മുൻഷി അബ്ദുള്ള സാബ് സന്നോരിക്ക് അദ്ദേഹം ഇടയ്ക്കിടെ എഴുതിയ കത്തുകൾ പരിശോധിച്ചാൽ മുൻഷി സാബ് തന്നെ പറഞ്ഞതനുസരിച്ചും ആ കത്തുകൾ വായിച്ചാലും ഒരു തവണ മുൻഷി സാബിന്റെ വലീമയിലും മറ്റൊരു തവണ മകന്റെ അക്കീക്കയിലും ഹുസൂർ സ്വന്തം വകയായി ഒരു തുക ചെലവഴിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ചെലവഴിക്കുന്നതിൽ അദ്ദേഹത്തിന് സന്തോഷവും ആശ്വാസവും ഉണ്ടായിരുന്നു. അത് വളരെ സന്തോഷത്തോടെയായിരുന്നു അത് ചെലവഴിച്ചിരുന്നത്. ചിലപ്പോൾ ആളുകൾ അവരുടെ ഇത്തരം ചടങ്ങുകൾക്ക് കുറച്ച് പണം ഹുസൂറിന്റെ മസീഹ് ഇസ്ലാമിന്റെ അടുക്കിലേക്ക് അയക്കും. അവിടെ വെച്ച് പാർട്ടി നടത്തണമെന്ന് ദാവത്ത് നടത്തണമെന്ന് എഴുതുകയും ചെയ്യും. എന്നാൽ കത്തെഴുതുമ്പോൾ അവർ കാദ്യാനിലെ പാർട്ടി കുറച്ചുപേരുടെ പാർട്ടി ആയിരിക്കില്ല എന്ന് അവർ അറിയാതെ മറന്നുപോകും. അതായത് മസീഹ് ഇസ്ലാമിന് ചുറ്റും ധാരാളം ആളുകൾ വന്നിട്ടുണ്ടാകും. കൂടാതെ അവർ അയക്കുന്ന പണം വളരെ കുറവുമായിരിക്കും, അല്ലെങ്കിൽ അത് ചെലവുകൾക്ക് തീരെ പര്യാപ്തമാകുമായിരുന്നില്ല. എന്നാൽ ഹദരത്ത് മസീഹ് ഇസ്ലാം അവരോട് ഇതിനെക്കുറിച്ച് വീണ്ടും ചോദിക്കില്ലായിരുന്നു, തിരിച്ചായി എഴുതി അയക്കില്ലായിരുന്നു. മറിച്ച് സ്വന്തം കയ്യിൽ നിന്ന് പണം ചേർത്ത് അവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുമായിരുന്നു. സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൂട്ടിക്കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുമായിരുന്നു. പലതവണ അദ്ദേഹത്തിന് ഇത്തരം സംഭവങ്ങൾ നേരിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും തന്നെ അവരോടൊക്കെ അത് സൂചനയായോ പരോക്ഷമായോ പോലും പറയുമായിരുന്നില്ല. മറിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ എപ്പോഴും പറയാനുണ്ടായിരുന്നത് പാർട്ടി നൽകുമ്പോൾ ഇത് ഇന്ന സുഹൃത്തിൻ്റെ വകയാണ് എന്നാണ്. ചിലപ്പോൾ ഒക്കെ വെളിപ്പെടുത്തുമായിരുന്നു. അതായത് അടുത്ത സുഹൃത്തുക്കളോട് ഇക്കാര്യം ഏറ്റു പറയുമായിരുന്നു. പണത്തിന് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് മുഴുവനാക്കി പൂർത്തിയാക്കി എന്ന് പറയുമായിരുന്നു. ഹജരത്ത് അഖ്ദസ് അലി ഇസ്ലാം തൻ്റെ കത്തിൽ ഹജരത്ത് മുൻഷി അബ്ദുള്ള സാബ് സന്നോരിക്ക് അദ്ദേഹത്തിൻ്റെ വിവാഹാവസരത്തിൽ ഇപ്രകാരം അദ്ദേഹം എഴുതി: ഷാദി മുബാറക്, വിവാഹമംഗളങ്ങൾ. താങ്കളുടെ കത്ത് പ്രകാരം വെള്ളിയാഴ്ച വലീമ ഭക്ഷണം അതിഥികൾക്ക് നൽകി. കാരണം അതിഥികൾ വളരെ അധികമായിരുന്നു. സേഡ് സാബ് അഥവാ അബ്ദുറഹ്മാൻ സാഹിബ് മദ്രാസി റഹ്മത്തുള്ള സാഹിബും മറ്റു പല മാന്യ അതിഥികളും സന്നിഹിതരായിരുന്നു. 80-ൽ കൂടുതൽ പേരുണ്ടായിരുന്നു. അതിനാൽ താങ്കൾ അയച്ച 10 രൂപ മതിയായിരുന്നില്ല. അതിനാൽ ഈ സന്തോഷത്തിൽ ഞാൻ എൻ്റെ വകയായി 10 രൂപ കൂടി ചേർത്ത് 20 രൂപക്ക് പാർട്ടി നടത്തിയിട്ടുണ്ട്. ഭക്ഷണം വളരെ മികച്ചതായിരുന്നു. പുലാവ് ഉണ്ടായിരുന്നു, സർദ അതായത് മധുരച്ചോറുണ്ടായിരുന്നു, ഇവയൊക്കെ പാകം ചെയ്തിരുന്നു. കോർമയും നാനും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഹുസൂർ എഴുതി അതിഥികൾ വളരെ സന്തോഷമായി ഭക്ഷണം കഴിച്ച അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിഥികളോട് ഇത് അദ്ദേഹത്തിൻ്റെ വക പാർട്ടിയാണെന്നാണ് പറഞ്ഞത്. ഞാനും കൂടി ഇതിൽ പങ്കു ചേർന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമായിരുന്നില്ല. ഹജരത്ത് അഖ്ദസ് മസീഹ് ഇസ്ലാം ഹജരത്ത് മുൻഷി അബ്ദുള്ള സാബ് സന്നോരിക്ക് അദ്ദേഹത്തിൻ്റെ മകൻ്റെ അക്കീക്കയുടെ അവസരത്തിൽ എഴുതിയ കത്തിൽ പറഞ്ഞു: 2 ആടുകളെ അറുത്തു. അതിൻ്റെ ഇറച്ചി വളരെ നല്ലതായിരുന്നു. ഒരു വലിയ പാത്രം ഇറച്ചി പുലാവാക്കി, ഒരു ചെറിയ പാത്രം ജർദ അഥവാ കുങ്കുമം മുതലായവ ചേർത്ത് മധുരമുള്ള ചോറും പാകം ചെയ്തു. റൊട്ടിയും ഇറച്ചിയും പാകം ചെയ്തു. 70ഓളം അതിഥികൾ ഉണ്ടായിരുന്നു. അവരെ വളരെ നന്നായി സൽക്കരിച്ചു. താങ്കളുടെ സതുദ്ദേശം കാരണം രണ്ടും അതായത് പുലാവും സർദിയും വളരെ നന്നായി പാകം ചെയ്യപ്പെട്ടു. അതിന് 24 രൂപ ചെലവായി എന്നും അദ്ദേഹം എഴുതി. താങ്കൾക്കിത് നൽകാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതിനാൽ ഇതിൻ്റെ പകുതിയായ 12 രൂപ താങ്കൾ എപ്പോഴെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ അയക്കാമെന്നും അദ്ദേഹം എഴുതി. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹം വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഹജരത്ത് അഹമ്മദ് നൂർ കാബുലി സാഹിബ് പറയുന്നു: 1902 ഞാൻ കാദ്യാനിലെത്തിയപ്പോൾ മഗ്രിബ് സമയത്ത് ഹജരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ ബയ്യത്ത് സ്വീകരിച്ചു. അപ്പോൾ തന്നെ ബയ്യത്ത് സ്വീകരിച്ചു. മസീഹ് ഇസ്ലാം സ്വന്തം എനിക്ക് വീടുണ്ടാക്കാൻ വേണ്ടി സ്ഥലം നൽകി. എന്ന് ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എൻ്റെ വിവാഹം നടത്തി തരികയും ചെയ്തു. ഞാൻ അഭ്യർത്ഥിക്കാതെ തന്നെ ചെയ്തു. എന്നെ അറിയിക്കാതെ തന്നെ കുറച്ച് ആളുകൾക്കൊപ്പം
റുഖ്സത്താനേക്ക് വധുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നെ അയച്ചു. എനിക്കായി ഒരു ചാക്ക് ആട്ട ലങ്കറിൽ നിന്ന് നിശ്ചയിച്ചു. അഹമ്മദ് നൂർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ ആട്ട നൽകിക്കൊണ്ടിരിക്കണമെന്ന് അദ്ദേഹം മൗലവി മുഹമ്മദ് അലി സാഹിബിന് നിർദ്ദേശം നൽകി. അത് അഹമ്മദ് നൂറിൻ്റെ ആട്ടയുടെ ചെലവ് ഞാൻ വഹിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മിയ അബ്ദുറഹീം സാഹിബ് വിവരിക്കുന്നു, ഒരു തവണ ഞാൻ കഠിനമായി രോഗബാധിതനായി. ഞാൻ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാതെയായി. ഞാൻ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മാവൻ മർഹൂം മീരാൻ ബക്ഷ് സാഹിബ് ബൂട്ടർ എന്ന സ്ഥലത്ത് മസീഹ് ഇസ്ലാം നടക്കാൻ പോയി മടങ്ങി വരുന്ന സമയത്ത് മോറി ദർവാദ എന്ന കവലയിൽ വെച്ച് ഹുസൂറിനോട് അബ്ദുറഹ്മാനെ ഒന്ന് ചെന്ന് കാണണമെന്ന് അപേക്ഷിച്ചു. വളരെ കഠിനമായ രോഗബാധിതനാണ്. ഹുസൂറിന്റെ കൂടെ മറ്റു പല സുഹൃത്തുക്കൾക്കും പുറമെ ഹദരത്ത് ഖലീഫ അവലും ഉണ്ടായിരുന്നു. മസീഹ് ഇസ്ലാമിന് ദയ തോന്നി എൻ്റെ കുടിലിൽ വന്നു. എന്നെ കട്ടിലിരിക്കുന്നത് കണ്ട് തൻ്റെ വലത് കൈകൊണ്ട് എൻ്റെ തോളിൽ തട്ടി. എന്തുകൊണ്ടാണ് പരിഭ്രമിക്കുന്നത്? താങ്കൾ മരിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അതോടെ എൻ്റെ കണ്ണു തുറന്നു. കൂടെ ഹുസൂർ അലി ഇസ്ലാം വീടിൻ്റെ മേൽക്കൂരയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അബ്ദുറഹീം, താങ്കൾ ഈ രോഗം കൊണ്ട് മരിക്കുകയില്ല. ചിലപ്പോൾ ഈ വീടിൻ്റെ മേൽക്കൂര പൊളിഞ്ഞു വീണായിരിക്കും താങ്കളുടെ മരണം. ഇതിൻ്റെ മേൽക്കൂര വല്ലാതെ കേടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് സുഖം പ്രാപിച്ചാൽ ഉടൻ തന്നെ ഈ മേൽക്കൂര നന്നാക്കണം എന്ന് പറഞ്ഞു. എൻ്റെ മാതാവിനോട് പറഞ്ഞു എൻ്റെ കൂടെ വന്ന് മരുന്ന് വാങ്ങിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. മരുന്ന് നിങ്ങൾ നൽകുക, ഞങ്ങൾ ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാ സുഖപ്പെടുന്നതാണ്. അതിനുശേഷം എൻ്റെ മാതാവ് ഹുസൂറിൻ്റെ കൂടെ ഹുസൂറിൻ്റെ വീട്ടിൽ പോയി. ഹുസൂർ 3 പാക്കറ്റ് മരുന്ന് നൽകി. ഒരു പൊതി ഞാൻ അപ്പോൾ തന്നെ, അതായത് രാവിലെ തന്നെ 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് കഴിച്ചു. രണ്ടാമത്തെ വൈകുന്നേരം കഴിച്ചു. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാത്രി കഴിച്ചു. ഈ 2 പാക്കറ്റ് കഴിച്ചതോടെ ഞാൻ എഴുന്നേറ്റ് കട്ടിലിരുന്നു. 3-ാമത്തെ പാക്കറ്റ് പിന്നെ രാവിലെ പിറ്റേന്ന് കഴിച്ചു. ഈ 3 പാക്കറ്റ് കഴിച്ചതുകൊണ്ട് മാത്രം എൻ്റെ രോഗം പൂർണ്ണമായും മാറി. ഏതായാലും 5-6 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പൂർണ്ണമായും സുഖം പ്രാപിച്ചു. അല്ലെങ്കിൽ ചെറിയ തോതിൽ മാത്രമുള്ള അസ്വസ്ഥത മാത്രം അവശേഷിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഹുസൂറിൻ്റെ സന്നിധിയിൽ ഹാജരായി. അപ്പോൾ കുറച്ച് ബലഹീനത ഉണ്ടായിരുന്നു. എങ്കിലും അവരെല്ലാം എന്നെ താങ്ങി പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഹുസൂറിൻ്റെ മുന്നിലെത്തിയപ്പോൾ പറഞ്ഞു, താങ്കൾക്ക് സുഖം പ്രാപിച്ചോ എന്ന് ഹുസൂർ ചോദിച്ചു. ഹുസൂറിൻ്റെ ദുആയും ദവായും മരുന്നും കൊണ്ട് അന്നു മുതൽ പിന്നെ പനിയൊന്നും വന്നിട്ടില്ല എന്ന് ബോധിപ്പിച്ചു. അതിനുശേഷം ഹുസൂർ വീടിൻ്റെ കാര്യം എന്തായെന്ന് ചോദിച്ചു. ഞാൻ ബോധിപ്പിച്ചു, 1.5 മാസമായി ഞാൻ രോഗിയാണ്. എൻ്റെ കയ്യിൽ ഒരു പൈസ പോലുമില്ല. എങ്ങനെ വീട് പണിയാനാണ്? എങ്ങനെ മേൽക്കൂര മാറ്റാണ്? ഹുസൂർ അലി ഇസ്ലാം പറഞ്ഞു, ഞങ്ങൾ പണിച്ചു തരാം, നാം പണിച്ചു തരാം. അപ്പോൾ തന്നെ മൗലവി മുഹമ്മദ് അലി ഇസ്ലാം വിളിപ്പിച്ച് പറഞ്ഞു, മദ്രസയിലെ മുറികൾക്കായി തടി വരുത്തുമ്പോൾ അബ്ദുറഹീമിൻ്റെ വീടിൻ്റെ മേൽക്കൂരയ്ക്കായി തടി വാങ്ങി അത് പണിച്ചു കൊടുക്കണം. എത്ര ചിലവാകുന്നോ അതൊക്കെ നാം ഏറ്റെടുക്കാം. അതനുസരിച്ച് മൗലവി മുഹമ്മദ് അലി സാഹിബ് മേസ്തിരി റുക്ക റാമിനെ എൻ്റെ വീട് കാണാനും നോക്കാനും തടിയുടെ ചെലവ് കണക്കാക്കാൻ അയച്ചു. അവൻ മൗലവി സാഹിബിനോട് വന്ന് പറഞ്ഞു, 10 ഷെഹത്തീർ, അതായത് 10 തടികൾ മേൽക്കൂരക്കിടാനുള്ള തടികൾ ചിലവാകും. മൗലവി മുഹമ്മദ് അലി സാഹിബ് മസീഹ് ഇസ്ലാമിനോട് പറഞ്ഞു, ഈ തടിക്ക് 30 രൂപ ചിലവാകും. അങ്ങനെ ഹുസൂർ 30 രൂപ അപ്പോൾ തന്നെ മൗലവി സാഹിബിന് നൽകി. എൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞു. ഇതിന് പുറമെ കൂലി കൊടുത്ത് തൊഴിലാളികൾക്ക് എത്ര ചിലവായി എന്നത് എനിക്കറിയില്ല. അതും ഹദരത്ത് മസീഹ് ഇസ്ലാം സ്വയം വഹിച്ചതാണ്. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് മസീഹ് മൗദ് അലി ഇസ്ലാമിൻ്റെ ജീവചരിത്രമായ സീറത്ത് തയ്യിബയുടെ പൊതുവായ സംഗ്രഹം വിവരിച്ചുകൊണ്ട് ഇപ്രകാരം എഴുതുന്നു. ഞങ്ങളുടെ വലിയ അമ്മാവൻ ഹദരത്ത് ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാബ് മർഹൂം എൻ്റെ നിർദ്ദേശപ്രകാരം ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിരുന്നു, ഒരു ഉപന്യാസം രചിച്ചിരുന്നു. ആ ഉപന്യാസത്തിൽ അദ്ദേഹം പറയുന്നു, ഹദരത്ത് മസീഹ് മൗദ് അലൈഹി ഇസ്ലാം അത്യന്തം ദയാലുവും കരുണാനിധിയും ഔദാര്യവാനും അതിഥി സൽക്കാരപ്രിയനും ജനങ്ങളിൽ ഏറ്റവും ധീരോദാത്തനുമായിരുന്നു. അതായത് ജനങ്ങളിൽ ഏറ്റവും ധൈര്യശാലിയായിരുന്നു. പരീക്ഷണങ്ങളുടെ സമയത്ത് ആളുകൾ തളർന്നു പോകുമ്പോൾ അദ്ദേഹം സിംഹത്തെ പോലെ മുന്നോട്ട് കുതിക്കുമായിരുന്നു. മാപ്പ് നൽകുക, വിട്ടുവീഴ്ച, അതുപോലെ ഔദാര്യം, വിനയം, വിശ്വസ്തത, ലാളിത്യം, ദൈവസ്നേഹം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സ്നേഹാനുരാഗങ്ങൾ, മതപണ്ഡിതന്മാരുള്ള ആദരവ്, വാഗ്ദാനം പാലിക്കൽ, ഉത്തമമായ പെരുമാറ്റം, ഗാംഭീര്യം, ആത്മാഭിമാനം, നിശ്ചയദാർഢ്യം, ഉയർന്ന ലക്ഷ്യബോധ്യം, പ്രസന്നത, വികസിതമായ മനസ്സ്, വിശാല മനസ്കത എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ സ്വഭാവ ഗുണങ്ങൾ. അദ്ദേഹം എഴുതും, ഞാൻ 2 വയസ്സുള്ള കുട്ടിയായിരുന്നപ്പോഴാണ് ഹദരത്ത് മസീഹ് ഇസ്ലാമിനെ കണ്ടു തുടങ്ങിയത്. പിന്നീട് ഞാൻ 27 വയസ്സുള്ള യുവാവായപ്പോഴാണ് അദ്ദേഹം എൻ്റെ ഈ കണ്ണുകളിൽ നിന്ന് പറഞ്ഞത്. അതായത് അപ്പോഴാണ് അദ്ദേഹത്തിന് വഫാത്ത് സംഭവിച്ചത്. എന്നാൽ ഞാൻ
അള്ളാഹുവിൻ്റെ പേരിൽ ആണയിട്ടുകൊണ്ട് പറയുന്നു, അദ്ദേഹത്തെക്കാൾ മികച്ചവനായി, അദ്ദേഹത്തെക്കാൾ നല്ല സ്വഭാവമുള്ളവനായി, അദ്ദേഹത്തെക്കാൾ നന്മയുള്ളവനായി, അദ്ദേഹത്തെക്കാൾ വലിയ പിതൃതുല്യമായ സ്നേഹമുള്ളവനായി, അദ്ദേഹത്തെക്കാൾ അള്ളാഹുവിൻ്റെയും നബിയുടെയും സ്നേഹത്തിൽ മുഴുകിയവനായി ഒരാളെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മനുഷ്യർക്കായി ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു പ്രകാശമായിരുന്നു, നൂറായിരുന്നു അദ്ദേഹം. വിശ്വാസത്തിന്റെ നീണ്ട വരൾച്ചയ്ക്ക് ശേഷം ഈ ഭൂമിയിൽ വർഷിച്ച, അതിനെ തഴിച്ചു വളർത്തിയ ഒരു കാരുണ്യ വർഷമായിരുന്നു, മഴയായിരുന്നു അദ്ദേഹം. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് അദ്ദേഹത്തിന്റെ സ്വയം സാക്ഷ്യവും ഇവിടെ രേഖപ്പെടുത്തുന്നു. അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് വിവരിച്ച കാര്യങ്ങൾ മീർ സാഹിബിന്റെ കാര്യം വിവരിച്ചില്ല, അതുപോലെ തന്നെ തനിക്കും അനുഭവ സാക്ഷ്യമുണ്ടെന്ന് പറയുന്നു. അള്ളാഹു നമ്മയും ആ ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ സ്വായത്തമാക്കാൻ പ്രാപ്തരാക്കട്ടെ. ഈ ഒരു ഗുണങ്ങൾ സൃഷ്ടിക്കുന്നതിനായാണ് അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമത്തത്തിൽ മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ അയച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.